ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. പ്രവാസി കുടുംബങ്ങളെ NTV പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന സകുടുംബം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മറ്റൊരു അതിഥിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. അതൊരു സോങ്ങായി വരുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്നത് അതിലെ സംഗീത സംവിധായകനെയും ഗായകരെയൊക്കെയാണ്. എന്നാൽ അവരോടൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അതിന്റെ വരികൾ എഴുതുന്ന ആ ഒരു ലിറിസിസ്റ്റ് ആണ്. ഒരുപക്ഷെ അവർക്ക് ഇവരുടെ അത്രയും പ്രാധാന്യം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് UAE-യിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരുപാട് ഹൃദ്യമായ വരികൾ നമുക്ക് സമ്മാനിച്ച ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള പ്രിയപ്പെട്ട വിജയൻ വേളമാനൂരും അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം വിജയൻ മാഷ്, സജിത. അപ്പോ ഒത്തിരി സന്തോഷം NTV കുടുംബത്തോടൊപ്പം ജോയിൻ ചെയ്തതിൽ. സകുടുംബം എപ്പിസോഡൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? തീർച്ചയായും കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അതിന് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേൾക്കുന്നു. വിജയമാഷ് ചെയ്ത കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ UAE-യിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ നമ്മളൊന്ന് കാണുന്നു. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വിജയമാഷിന്റെ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. എവിടെയാണ് നാട്ടിൽ? ഇവിടെ എന്ത് ചെയ്യുന്നു? നാട്ടിൽ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്കടുത്ത് വേളമാനൂർ. ഓക്കെ. അപ്പൊ എന്റെ അയൽ രാജ്യമാണ്. ഞാൻ ട്രിവാൻഡ്രമാണ്. ഓക്കെ. പാരിപ്പള്ളി. ഓക്കെ. സജിത എവിടെയാണ്? നാട്ടില് ട്രിവാൻഡ്രം ആണ്. അപ്പൊ ഞങ്ങൾ ഒരു രാജ്യക്കാരാണ്. എവിടെയാണ്? ട്രിവാൻഡ്രത്ത് എവിടെയാണ്? വർക്കല. ഓക്കെ. അപ്പൊ ഞങ്ങൾ ഏകദേശം അയൽക്കാരായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ബോർഡറാ. ബോർഡറാണ് വേളമാനൂർ. വീടിന് മുറ്റത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തെ വശം തിരുവനന്തപുരം ജില്ലയാണ്. ട്രിവാൻഡ്രം. ഓക്കെ. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ റോഡിന്റെ ഇപ്പുറം ഒരു ജില്ലയും അപ്പുറം മറ്റൊരു ജില്ലയായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ ഒരു ജസ്റ്റ് ട്രേഡിംഗ് കമ്പനി നടത്തുന്നു. ഓക്കെ. അപ്പൊ മുതലാളിയാണ്? അയ്യോ, അങ്ങനെ പറയാറായിട്ടില്ല. ചെറിയൊരു ബിസിനസ് ആണ്. അപ്പൊ ഈ ബിസിനസിന്റെ ഇടയിലാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരികൾ എഴുതുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. അപ്പൊ ഈ കവിത എഴുത്തും ബിസിനസ്സും രണ്ടും രണ്ട് മേഖലയാണ്. എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു? നേരത്തെ എഴുതുമായിരുന്നു, എങ്കിലും ആദ്യകാലങ്ങളിലൊന്നും നമ്മൾ ഈ പാട്ടോ ആൽബോ ഒന്നും ചെയ്തിരുന്നില്ല. റേഡിയോയിലൊക്കെ ഒത്തിരി എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. റേഡിയോ ഷോയൊക്കെ ഒത്തിരി എന്റെ കവിതകളൊക്കെ അവര് പല പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം എന്റെ കവിതകളൊക്കെ മനീഷ ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ അവർ ചൊല്ലി അവതരിപ്പിച്ചിട്ടുണ്ട് പല കവിതകളും. അതിനുശേഷം 2008-2009 കാലഘട്ടത്തിൽ ആദ്യത്തെ ആൽബം വിഷു സോങ് ഇറക്കി. അത് ഒരു ആൽബം സോങ്ങിന് വേണ്ടി ആദ്യമായി വരികൾ എഴുതുന്നത് 2009 വിഷു സോങ് ആയിരുന്നു. അത് ഇവിടെ തന്നെ ചിത്രീകരിച്ച് അതിനുശേഷം വീണ്ടും കൂട്ടുകാരുടെ നിർബന്ധം. സംഗീതമൊക്കെ ആരാ ചെയ്തത്? പ്രണവം മധു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള UAE-യിലെ തന്നെ പ്രവാസികൾക്കിടയിൽ ഒരുപാട് അറിയപ്പെടുന്ന ശ്രീ പ്രണവ് മധു സംഗീതം ചെയ്തു. പാടിയതൊക്കെ ആരായിരുന്നു? ഇവിടെയുള്ള പ്രവാസികൾ തന്നെയായിരുന്നു. അതെ. അത് പാടിയത് സജ്ന താജ് എന്ന് പറയുന്ന ആള് സ്ത്രീയായിരുന്നു. പിന്നെ രണ്ടാമത് ശ്രാവണം എന്ന ആൽബം എടുത്തു. അത് വേണുഗോപാൽ പാടിയായിരുന്നു. ശ്രാവണം എന്ന ആൽബം നമ്മൾ ഉടനെ തന്നെ കാണുന്നുണ്ടാവും. കാരണം അതിൽ വരികൾ എഴുതുക മാത്രമല്ല, കുടുംബമായിട്ട്. കാരണം അതിന്റെ തീം, അതിനു മുമ്പ് ഞാൻ മക്കളുടെ പേര് ചോദിച്ചില്ല. മോന്റെ പേരെന്തായിരുന്നു? ഋതുനന്ദൻ. നല്ല വെറൈറ്റി പേരാണ്. മോളുടെ പേര് ഗൗരി നന്ദ. അപ്പൊ ഋതുനന്ദനും ഗൗരി നന്ദയും. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? KG2. ഏത് സ്കൂളിലാ? അല്ലമീർ അജ്മാൻ. മോള് ഏത് ക്ലാസ്സിലാ? ഗ്രേഡ് 5-ലാണ്. ഏത് സ്കൂളിലാ? അല്ലമീർ. രണ്ടുപേരും ഒരു സ്കൂളിൽ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ശ്രാവണം എന്നുള്ള ആൽബം. ഞാൻ ഈ മക്കളുടെ പേരും കൂടെ അതിന്റെ ചോദിച്ചെന്ന് വെച്ചാൽ ഇവരെല്ലാരും ചേർന്നിട്ട് അതിലൊന്ന് അഭിനയിക്കുകയും കൂടെ ചെയ്തു അല്ലെ? അതിന്റെ ഇൻട്രൊഡക്ഷൻ അതിന്റെ തീം അങ്ങനെയായിരുന്നു. എന്തായിരുന്നു അതിന്റെ തീം? അതിൽ ഉദ്ദേശിച്ചത് പ്രവാസ ലോകത്ത് ഒരു പ്രവാസി തന്റെ ഒരു ഫാമിലിയോടൊപ്പം ഓണാഘോഷിക്കുന്ന ഒരു പ്രവാസി ഈ ഓണാഘോഷങ്ങളിൽ തന്റെ ബാല്യകാലത്തേക്ക് അല്ലെങ്കിൽ തന്റെ കളിക്കൂട്ടുകാരുടെ ഓർമ്മകളിലേക്ക് പോകുന്ന നാട്ടിലെ ഓർമ്മകളിലേക്ക് ഇവിടെ നിന്നിട്ട്. കാരണം ഇവിടെ ഒരുപാട് പ്രവാസികളുണ്ട്. ഓണം എന്താ പറയുക, ഹോട്ടലിലെ ഊണ് കഴിച്ച് മാത്രം, സദ്യ കഴിച്ച് മാത്രം ആഘോഷിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അപ്പൊ അവരുടെ നാട്ടിലെ ഓർമ്മകളിലേക്ക് പോകുന്നതായിരുന്നു ശ്രാവണം എന്നുള്ളത്. അപ്പൊ എന്തായാലും ശ്രാവണം എന്നുള്ള ഇത്രയും നല്ലൊരു തീമുമാണ്. വരികളെല്ലാം നമുക്കൊന്ന് നന്നായി ശ്രദ്ധിച്ച് ആ വീഡിയോ ആൽബം കണ്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. കസവിട്ട് ശ്രാവണം പിന്നെയും ഇന്നെന്റെ മുറ്റത്ത് വിരുന്നു വന്നു. ഈറന്നുകിലിനു കുളിരായി കുങ്കുമം ചാർത്തി സന്ധ്യ വന്നു.
ഉത്രാട സന്ധ്യ വന്നു. പൊന്നിൻ കസവിട്ട് ശ്രാവണം പിന്നെയും ഇന്നെന്റെ മുറ്റത്ത് വിരുന്നു വന്നു. ഈറന്നുകിലും കുളിരായി കുങ്കുമം ചാത്തി സന്ധ്യ വന്നു. ഉത്രാട സന്ധ്യ വന്നു. പാതിരാപ്പാടം പൊന്നിൻ നിലാവിനെ ഓണപ്പുടവയായി ഞുറിഞ്ഞുടുത്തു. പാതിരാപ്പാടം പൊന്നിൻ നിലാവിനെ ഓണപ്പുടവയായി ഞുറിഞ്ഞുടുത്തു. തൊടുവിരല ചന്ദന നിലാത്തുള്ളി തൊട്ടെടുത്തു ഞാൻ കുറി വരച്ചു. തൊടുവിരലാൽ ചന്ദന നിലാത്തുള്ളി തൊട്ടെടുത്തു ഞാൻ കുറി വരച്ചു. പൊന്നിൻ കസവിട്ട ശ്രാവണം പിന്നെയും ഇന്നെന്റെ മുറ്റത്ത് വിരുന്നു വന്നു. ഹരിയുരാ സ്നേഹത്തിനൂഞ്ഞാലിലാടുവാൻ തിരുവോണമെത്തി ഉത്സവമായി. ഹരിയുരാ സ്നേഹത്തിനൂഞ്ഞാലിലാടുവാൻ തിരുവോണമെത്തി ഉത്സവമായി. കേളികൊട്ടുയരുന്ന കേരളക്കര വീണ്ടും പഴമതൻ താമ്പൂലം നിറച്ചുവച്ചു. കേളികൊട്ടുയരുന്ന കേരളക്കര വീണ്ടും പഴമതൻ താമ്പൂലം നിറച്ചുവച്ചു. വളരെ നന്നായിരുന്നു പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീല് കൊണ്ടുവരാനായിട്ട് ആൽബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വരികളായിരുന്നു. അപ്പം ഞാൻ ചോദിക്കാൻ വന്ന ഒരു കാര്യം, ഈ കവിത എന്ന് പറഞ്ഞ സജിത വീട്ടിൽ എപ്പോഴും കവിത ചൊല്ലിയൊക്കെയാണോ നടക്കുന്നത്? വിജയ് മാഷ് കവിത ചൊല്ലിയൊക്കെയാണോ നടക്കുന്നത്? കവിത ചൊല്ലി നടക്കാറൊന്നുമില്ല. ഇല്ല. അപ്പോ ഏകാന്തതയുടെ അപാര തീരങ്ങളിൽ നിന്ന് മാത്രമാണോ കവിത എഴുതുന്നത്? ആണോ? അങ്ങനെയാണോ? അല്ല, കൂടുതൽ അതിനുവേണ്ടി അങ്ങനെ ജോലി തിരക്കുണ്ട്. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് തരം കവികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തീമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്ത് എഴുതുന്ന കവികളുണ്ട്. ചിലരെന്ന് വെച്ചാൽ നിമിഷ കവി എന്ന് തന്നെ നമ്മൾ പറയാറുണ്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ എഴുതി എന്താ പറയുക ആ പറയുന്ന തീം എഴുതിയും കൊടുക്കുകയാണ്. ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടും വിജയ് മാഷ്? അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇപ്പൊ ആൽബം സോങ് എക്സാമ്പിൾ ഈ സോങ് ഉണ്ട്, വിഷു സോങ് ചോദിച്ചിട്ട് അന്ന് തന്നെ എഴുതി കൊടുത്ത സോങ്ങാണ്. കാരണം ഒരാഴ്ച കൊണ്ട് നമ്മള് പാട്ട് എഴുതി കൊടുത്തു, വീഡിയോ ഇത് റെക്കോർഡ് ചെയ്തു, വീഡിയോ റെക്കോർഡ് ചെയ്തു. അതിന്റെ പിറ്റേ ആഴ്ച വിഷു ആയിരുന്നു. ഒരാഴ്ച കൊണ്ട് വിഷു ആൽബം ഇറക്കുകയാണ് ചെയ്തത്. അപ്പൊ നിമിഷ കവി തന്നെ നമുക്ക് പറയാം, പെട്ടെന്ന് തന്നെ എഴുതുന്നതാണ്. ഈ കവികൾ എപ്പോഴും മനസ്സിൽ ഹൃദയത്തിൽ പ്രണയം സൂക്ഷിക്കും എന്ന് പറയാറുണ്ട്, ശരിയാണോ? ഇപ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണോ വിജയ് മാഷ്? അത്യാവശ്യത്തിന്. അപ്പോ ഈ കവിത എഴുതി തുടങ്ങുമ്പോൾ എന്തായാലും മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. ആരെ കുറിച്ചായിരുന്നു ആദ്യത്തെ കവിത? സത്യം പറയണം. ഞങ്ങളെ സകുടുംബത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളോട് പറയുന്നത് നമ്മുടെ കോടതിയിലേക്ക് കയറുന്ന പോലെയാണ്. ഇവിടെ സത്യം മാത്രമേ ബോധിപ്പിക്കാവുള്ളൂ എന്നാണ്. അങ്ങനെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് അന്ന് അത് പ്രസിദ്ധീകരിക്കാത്ത കവിതകളൊക്കെയാണ്. അതിനുശേഷം ഏഷ്യാനെറ്റ് റേഡിയോയുടെ അല്ല, എനിക്ക് ആ പ്രസിദ്ധീകരിക്കാത്ത കവിതകൾ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ചോദിച്ചത്. ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കവിത എന്നുള്ള ആ ഒരു സംഭവം വരുന്നത് ഒരുപക്ഷെ അതൊരു പെൺകുട്ടി തന്നെ ആവണം എന്നില്ല, എന്തിനെ കുറിച്ചും ആവാം പ്രണയം എന്ന് പറയുന്നത്. അത് ഞാൻ ചോദിച്ചുള്ളൂ. പ്രസിദ്ധീകരിച്ച കവിത അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ. അല്ല, കോളേജ് കാലഘട്ടങ്ങളിലായിരുന്നോ സ്കൂൾ കാലഘട്ടങ്ങളിലായിരുന്നോ? കോളേജ് കാലഘട്ടങ്ങളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അന്നൊക്കെ പ്രണയം തീവ്രമായി നിൽക്കുന്ന സമയങ്ങളാണ്. അതെ. സജിത വീട്ടിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുക. പിന്നെ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞത് കലിയുഗം എന്നൊരു കവിതയാണ്. പ്രസിദ്ധീകരിച്ചല്ല, റേഡിയോയിലൊക്കെ ചൊല്ലിയത് കലിയുഗം. അത് ഞാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഈ
കാലും കൈ നഷ്ടപ്പെട്ട കുട്ടികളും കൈ നഷ്ടപ്പെട്ടിട്ടും കാലുകൊണ്ട് പഠിച്ച കുട്ടികളും അങ്ങനെ അതിനെ സംബന്ധമായ ഒരു കവിത എഴുതിയ കലിയുഗം. ഓക്കെ, അത് മാഷി ഇറാഖിൽ ഉണ്ടായിരുന്നോ അതോ? ഇല്ല, ആ ഒരു സബ്ജക്ട് ന്യൂസ് കേൾക്കുന്നതാണ്, അത് വെച്ചിട്ട് എഴുതിയതായിരുന്നു. അതാണ് ആദ്യമായിട്ട് ചൊല്ലിക്കേട്ടത്. പിന്നെ അത് കഴിഞ്ഞ് ഇരുളെ നിന്നെ എനിക്ക് പേടിയായിരുന്നു. ഓക്കെ, അത് പിന്നെ പേടിയില്ലാതായി, ആദ്യം പേടിയായിരുന്നു എന്ന സബ്ജക്റ്റും അതും ഏഷ്യാനെറ്റ് റേഡിയോയിലൂടെ. ഇപ്പൊ ഏഷ്യാനെറ്റ് റേഡിയോയിലെ ഒരു മകേഷ് എന്റെ കവിത എടുത്തിട്ട് യൂട്യൂബിൽ കവിത പ്രസിദ്ധീകരിക്കുന്നുണ്ട്, അതിന് കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വീക്ക് റിലീസാണ് കുഞ്ഞു പെങ്ങൾ എന്ന കവിത. ഓക്കെ, കുഞ്ഞു പെങ്ങൾ. വിജയമാഷിന് പെങ്ങളുണ്ടോ? ഉണ്ട്. ആ പെങ്ങൾ തന്നെയാണോ ഈ കവിതയുടെ തീം? അല്ല, ഈ കുഞ്ഞു പെങ്ങളുടെ കവിത എഴുതിയത് ഞാൻ നമ്മളെ സുനാമിയുമായി ബന്ധപ്പെട്ട് എഴുതിയതാ. സുനാമിയിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് പെങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞുകുട്ടി അവസാനം വീണ്ടും ഈ കുഞ്ഞുകുട്ടിയും അവസാനം ആരുമില്ലാതെ സുനാമിയിൽ ഈ കടലിലേക്ക് തിരയിലേക്ക് പോകുന്ന എല്ലാം ഒരു എന്താ പറയുന്നത്, ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ദുഃഖപരമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണോ? അങ്ങനല്ല. പക്ഷെ അല്ല, ആദ്യം പറഞ്ഞ ശ്രാവണം എന്ന് പറയുന്ന ഓണക്കാലവും പ്രവാസി, പക്ഷെ അവിടെയും ഒരു ദുഃഖമുണ്ട്. പ്രവാസിയുടെ നാട്ടിൽ പോകാൻ പറ്റാത്തൊരു ദുഃഖം അതിലുമുണ്ട് അല്ലെ? പ്രണയഗാനങ്ങളും എഴുതിയിട്ടുണ്ട്, പ്രണയഗാനങ്ങളും ഉണ്ട്. ഏകദേശം ഇവിടെ എനിക്ക് തോന്നുന്നു TV സീരിയലുകൾക്കും ആൽബംസിനും ഓൾമോസ്റ്റ് എത്ര ആൽബംസിന് എഴുതി കാണും വിജയമാഷ്? ഇപ്പം ഒത്തിരി പാട്ട് ഇപ്പൊ തന്നെ പുറത്ത് വരാനുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് റിലീസായ നിലാവിന്റെ മുത്തുകൾ 2 പാട്ട്, അത് ടെലിഫിലിം ആയിരുന്നു. പിന്നെ കുറച്ച് നാൾ ഇവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഹേ ബായ് ദുബായ് എന്ന് പറഞ്ഞ് ആദ്യം ഒരു 3-4 വർഷമാവും കൈരളി ടിവിയിൽ വന്ന ടൈറ്റിൽ സോങ് ഹേ ബായ് ദുബായ്. എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ എല്ലാവരെയും ഇവിടെ എല്ലാ പ്രവാസി ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ച് ചെയ്ത ഒരു സീരിയലായിരുന്നു, അതിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ചില സംഘടനകൾക്ക് തീം സോങ് എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പൊ തന്നെ ഒരു 3-4 പേർക്ക് പാട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വരണം പുറത്ത്. അപ്പൊ ഒരു എന്താ പറയുന്നത്, സിനിമ എന്നുള്ള ഒരു മോഹം ഉണ്ടോ? ഉണ്ടോന്ന് ചോദിക്കണ്ട, ഉണ്ടാവണം എന്നുള്ളതാണ് സ്വാഭാവികമായി. അതെ, ഒരു നമ്മുടെ ഏറ്റവും വലിയ അത് ഒരു അവാർഡെന്നല്ല, പക്ഷെ എല്ലാ കവികളുടെയും ഒരു ആഗ്രഹമാണ് സിനിമയിൽ 4 വരി എഴുതുക എന്നുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വിജയമാഷിനെ തേടി എത്തിയിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുമുണ്ട്. ഇനി അതിന്റെ റിസൾട്ട് കാത്ത് ഇരിക്കുകയാണ്. ഓൾറെഡി വരികൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചാൻസ് പറഞ്ഞിട്ടുമുണ്ട്. ഇതെല്ലാം നടന്നതിന് ശേഷം നമ്മൾ വെളിപ്പെടുന്നു. അതെ, അത് അത്രേ ഉള്ളൂ. കാരണം നമുക്കത് ഇപ്പൊ ഒന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ സിനിമയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക, അങ്ങനെ ഒരു നല്ലൊരു സിനിമയിൽ നല്ലൊരു ബാനറിൽ തന്നെ വിജയമാഷിന്റെ പേരൊക്കെ ഞങ്ങൾക്കും അഭിമാനിക്കാം. UAE നിന്നുള്ള നമ്മളെ UAE ഓരോ കലാകാരന്മാരെയും പേര് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് അല്ലെ, ഒരു മോട്ടിവേഷനാണ്. ഇവിടെ ഉള്ള ആൾക്കാർ കാരണം ഇവിടെ ഉള്ളവർക്ക് പൊതുവെ ചാൻസ് കുറവ് ആണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നാട്ടിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇപ്പം UAE ഉള്ള ഒരുപാട് പേരെ നാട്ടിലുള്ള സിനിമാക്കാരൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. വിജയമാഷിനെ എത്രയും പെട്ടെന്ന് കൺസിഡർ ചെയ്യട്ടെ. ഒരുപാട് സംഘടനകളൊക്കെ അംഗീകരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിജയമാഷിനെ. ലൈക്ക് ഇവിടെ നൊസ്റ്റാൾജിയയിൽ വെച്ചിട്ടാണ് ഞാൻ വിജയമാഷിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ട് അതൊരു മ്യൂസിക് കമ്മ്യൂണിറ്റി തന്നെയാണ്. സോ ഏതൊക്കെ സംഘടനകളിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്? നൊസ്റ്റാൾജിയുടെ ബിഗിനിങ് തൊട്ട് ഏകദേശം ഞാനുണ്ട്, അതിലുണ്ട്. അവരെനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു ആദരവ്, ആ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഓക്കെ, വിജയമാഷിനെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റാനുള്ള ഭാഗ്യം എനിക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രീരാഗം ഡാൻസ് ആൻഡ് മ്യൂസിക് ഷാർജ അവര് പിന്നെ വിളിച്ചൊരിക്കൽ ആദരിക്കുന്നുണ്ട്. അവര് ഒരു വർഷം ചാർട്ട് ചെയ്ത് ഓരോരോ പ്രോഗ്രാംസ് ചാർട്ട് ചെയ്ത് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ശ്രീരാഗം ഞാൻ കണ്ടിട്ടുണ്ട്. ഈദായാലും ക്രിസ്മസ് ആയാലും ഓണമായാലും വിഷു ആയാലും എല്ലാം അവർ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ പക്ഷെ ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, ഞാൻ ഉണ്ടായിരുന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്. വിജയമാഷിന്റെ ആദരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയും ഒരുപാട് സംഘടനകൾ ആദരിക്കപ്പെടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ, നമ്മൾ എഴുതുന്നതിന്റെ ഒരു അംഗീകാരമാണത്. തീർച്ചയായും. പക്ഷെ എന്നോട് പറഞ്ഞു വിജയമാഷ് കവിതയൊക്കെ ചൊല്ലും വീട്ടില്, പക്ഷെ ഒരു ലൈവായിട്ട് എന്നെ കവിതയൊന്നും ചൊല്ലിപ്പിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്തിനാ അത് ഓൾറെഡി ആൾക്കാർ ചൊല്ലി, നല്ല ഗായകരൊക്കെ ചൊല്ലി തന്നെ കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. സോ മറ്റൊരു ആൽബം ഏതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനി? നമുക്ക് ഒരു വേറൊരു ആൽബം എന്ന് പറയുന്നത് ബാല്യകാല സഖിയെ ഓർക്കുന്ന ഒരു യുവാവ്. അപ്പൊ സജിത, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് കണ്ടോ, ബാല്യകാല സഖി ഇപ്പോഴും വിട്ടിട്ടില്ല. ഓക്കെ, ബാല്യകാല സഖിയെ ഓർക്കുന്ന യുവാവ്. ആ യുവാവിന്റെ പേര് വിജയൻ എന്നാണോ? അല്ല, അങ്ങനെ തീം ഉണ്ടാക്കി ഒരു ആൽബം നമ്മൾ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചാനലിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആൽബം, എല്ലാം ചാനലിൽ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ആരായിരുന്നു സംഗീതം ചെയ്തത്? അത് മൈക്കിൾ ദുബായിലുള്ള മൈക്കിൾ എന്നൊരു മാഷ ചെയ്തത്. മൈക്കിൾ എന്നൊരു മാഷാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ആൽബം പാടിയേക്കുന്ന ആരായിരുന്നു? ശ്രീഹരി. ഇവിടെ UAE-ലുള്ള തന്നെ ഗായകനായ ശ്രീഹരി പാടിയ ആ ഒരു ആൽബം കണ്ടിട്ട് നമുക്ക് തിരിച്ചു.
സുഗന്ധി പൂത്തതും പക്ഷി പോലും നിശബ്ദ നിരാവിൽ നിന്നെ കിനാ കണ്ടു പുലരുവോളം സഖീ പുലരുവോളം രാവറിഞ്ഞില്ല രാക്കിളിയറിഞ്ഞില്ല. രാമായണ കിളി പാടിയ പാട്ടിൻ്റെ രാഗമായി നീയും ശ്രുതി ചേർന്നു. രാമായണ കിളി പാടിയ പാട്ടിൻ്റെ രാഗമായി നീയും ശ്രുതി ചേർന്നു. കുങ്കുമം വിതറുമീ സന്ധ്യയും ഞാനും എത്രയോ ജന്മങ്ങൾ കാത്തിരുന്നു നിന്നെ ഓർത്തിരുന്നു. രാവറിഞ്ഞില്ല രാക്കിളിയറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു എന്താ പറയുക നല്ല വരികളായിരുന്നു. ഞാനത് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരികള്. രാവേറെ ആയില്ല, രാവറിഞ്ഞില്ല, രാക്കിളി അറിഞ്ഞില്ല, രാവേറെ ആയതും നിശാഗന്ധി പൂത്തതും. നല്ല നല്ല വരികളാണ്. ശരിക്കും പ്രണയം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കാരണം ആ ഒരു റൊമാൻറ്റിക് സ്റ്റൈലിലുള്ള ഒരു വരികൾ തന്നെയായിരുന്നു. മോന് പാട്ട് പാടണ്ടേ? നമുക്ക് സ്റ്റേജിലൊക്കെ പാടാറുണ്ടോ മോന്? ഓക്കെ. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ NTV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അതാണ് പാടാൻ പോകുന്നത്. ഓക്കെ, പാടിക്കും മോൻ. കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് പൊയ്താകി പോച്ച് വിലക്കേറ്റിയച്ച് പൊന്മാനെ ഒന്ന് തേടത് രാശാത്തി ഒന്ന് കാണാതെ നെഞ്ച് കാറ്റാടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേറ്റിയച്ച് പൊന്മാനെ ഒന്ന് തേടത് രാശാത്തി ഒന്ന് കാണാതെ നെഞ്ച് കറ്റാടി പോലാടുത്. എന്താ പറയുന്നത്, കൊച്ചുകുട്ടികൾ പാടുമ്പോൾ ആ പാട്ടിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ഒരു നിഷ്കളങ്കതയാണ് അവിടെ കാണുന്നത്. ഈ പാട്ടിന്റെ അർത്ഥം അറിയാവോ മോന്? ഇല്ല, അച്ഛൻ പറഞ്ഞു തരും കേട്ടോ. അന്ന് വീട്ടിൽ ചെന്നിട്ട് അച്ഛൻ പറഞ്ഞു തരും കേട്ടോ. ഇത് വിജയമാഷ് പഠിപ്പിച്ചാണോ ഈ പാട്ട്? അല്ല, ഞാനിപ്പോ എല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ബാല്യകാല സഖി, രാസാത്തി ഒന്നെ കാണാതെ നെഞ്ചം, കാറ്റാടി പോലെ ആടുന്നത്. സൈത, ഇത് വിജയമാഷാണോ മോനെ പഠിപ്പിച്ചത്? ആണ്. അപ്പൊ എന്തൊക്കെയോ ഇങ്ങനെ കറങ്ങി തിരിയുന്നുണ്ട്. ഓക്കെ, എന്തായാലും എന്താ പറയുക, മോനെ നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ KG 2-ലല്ലേ മോൻ പഠിച്ചിട്ടു? അപ്പൊ വലിയൊരു ഗായകനൊക്കെ മാറ്റം. മോള് പാടുവോ? ഡാൻസ് കളിക്കുവോ? ഡാൻസ് കളിക്കും. ഇപ്പൊ ഇവിടെ നമുക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഞാൻ മോളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചേനെ. ഓക്കെ സാർ, അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് പ്രോജക്ട്സ് ഒക്കെ? എന്താണ് ഈ ബിസിനസ് കൊണ്ട് പോകുന്നതിനോടൊപ്പം ഈ എഴുതുന്നതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആവശ്യം? ഇപ്പം റീസെന്റ് ഞാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അതായത് എന്റെ ഈ വരുന്ന ഓണത്തിന് അതും ശ്രീരാഗൻ ഡാൻസ് ആൻഡ് മ്യൂസിക്കില് അവർക്ക് സ്കിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ആദ്യ കാൽവെപ്പാണ് സ്കിറ്റിലേക്ക്. അപ്പോ കവിത വിട്ട് കഥയിലേക്ക്. കഥ എന്ന് പറയാൻ പറ്റില്ല, സ്കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോമഡി സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് എന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണ പരിപാടിക്ക് അതുണ്ടാവും. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ അടുത്തൊരു സ്ക്രിപ്റ്റിലേക്ക്. മായ മന്ത്രം എന്നൊരു ഷോർട്ട് ഫിലിം. അപ്പൊ അതിന്റെ കഥ എഴുതുകയാണ്.
സ്ക്രിപ്റ്റ് ലൈക്ക് തിരക്കഥ അല്ലെ? എഴുതി കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. എന്താണ് പേരെന്താണ്? മായാമന്ത്രം. ഓക്കെ. അപ്പൊ അത് ഷോർട്ട് മൂവിയാണ്. 30 മിനിറ്റോളം ഉണ്ടാവും. 25 മിനിറ്റ്സോളം ഉണ്ടാവും. അപ്പൊ അപ്പം ഞാൻ കവി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മോശമായി പോയി. അപ്പൊ അതിനേക്കാളും വളരെ എന്താ പറയുന്നത്, ഞാൻ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ വരുന്നവർ മിക്കവരും മൾട്ടി ടാലന്റഡ് ആണ്. ഒരു കാര്യങ്ങളിലല്ല, അവർ പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കവിത എഴുതുന്ന ആൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതണം എന്നില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ മാഷ് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, ഇപ്പൊ സ്കിറ്റായി, ഇപ്പൊ കോമഡി, സീരിയസ് എല്ലാം വരികയാണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ എല്ലാവിധ എന്താ പറയുക ആശംസകളും ഇനി അങ്ങോട്ട് ഉണ്ടാവട്ടെ. ഈ ഒരു സിനിമയിൽ എത്രയും പെട്ടെന്ന് തന്നെ, കാരണം അതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു സിനിമയിൽ എഴുതാനും സാധിക്കട്ടെ. സജിത, എന്താണ് വിജയ് മാഷിന്റെ കവിതയെ പറ്റിയുള്ള അഭിപ്രായം? വായിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ. പാടുവോ സജിത? ഇല്ല. കവിത ചൊല്ലാറുണ്ടോ? ഇല്ല. ആസ്വദിക്കും. ഇത്രയും നാൾ വിജയ് മാഷ് എഴുതിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കവിത ഉണ്ടോ? ബാല്യകാല സഖി എന്നുള്ള കവിത സൈതക്ക് ഇഷ്ടമേ അല്ല എന്നാണ് പറഞ്ഞത്. അത് തീരെ താല്പര്യമില്ല. ഞാൻ ഒരു പ്രാവശ്യം വായിച്ചിട്ട് കീറി കളഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞത്. ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു കവിതയായിട്ട് ഓർമ്മയിൽ നിൽക്കുന്ന? എല്ലാം ഇഷ്ടമാണ്. വിമർശിക്കാറുണ്ടോ വിജയ് മാഷെ സൈത? കവിത വായിച്ചിട്ട് അതിങ്ങനെ കൊള്ളാം എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ പറയുള്ളൂ, അങ്ങനെ കൂടുതലില്ല. ഭർത്താവിനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമല്ല. വിമർശിക്കണം സൈത, എന്നാൽ മാത്രമേ നമ്മൾ എന്താ പറയുന്നത്, തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം അല്ലെ? നമുക്ക് നമ്മുടെ ഉയർച്ചയിൽ, കാരണം വെളിയിലുള്ള ഒരാൾക്ക് ഒരുപക്ഷെ വിജയമാഷിന്റെ കവിത കണ്ടിട്ട് പക്ഷേ അത് ശരിയായില്ല എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സ്വന്തം ഭാര്യയ്ക്ക് എന്തും പറയാനോ. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കുടുംബം മോന് നല്ല ഗായകനായി മാറട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ സിനിമയിലൊക്കെ വിജയ് മാഷിന് ചാൻസസ് ഉണ്ടാവട്ടെ. ഇനി അങ്ങോട്ട് ഇവിടെ ഉള്ള UAE ഓൾമോസ്റ്റ് ഒരുപാട് സംഘടനകളൊക്കെ ഞാൻ വിജയ് മാഷിനെ കണ്ടിട്ടുണ്ട്. എല്ലാവരും അറിയപ്പെടുന്ന ആൾ തന്നെയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് എന്താ പറയുക, UAE മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലും അലയടിക്കുന്ന വരികളായി വിജയ് മാഷിന്റെ തൂലിക മാറട്ടെ. സോ ഒത്തിരി സന്തോഷം NTV കുടുംബത്തോടൊപ്പം ചേർന്നതിന്. ഇങ്ങനൊരു അവസരം NTV തന്നതിനും ദീപനോടൊപ്പം കുറച്ചുനേരം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും വളരെയധികം സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ മറ്റൊരു അതിഥിയുമായി നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നന്ദി, നമസ്കാരം.